യഥാർത്ഥത്തിൽ അലി ഖാംനയുടെ കൊലപാതകത്തിൽ ഇന്ത്യയിലെ ഭരണപക്ഷത്തിൻ്റെ അവരുടെ പ്രവർത്തക വ്യൂഹം അവർ ആഹ്ലാദം കൊള്ളുന്നു എന്നുള്ളത് ഇന്ത്യൻ ഡിപ്ലോമസിക്ക് തന്നെ നാണക്കേടും ഇന്ത്യൻ ഡിപ്ലോമസിക്ക് തന്നെ തിരിച്ചടിയുമാണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ആ വേവ് ലെങ്ത് പോലും അവർക്ക് ഉണ്ടാവില്ല. കാരണം അവർ ഇസ്രായേലിനെ അത്രമേൽ പ്രണയിക്കുന്നുണ്ട്. ഒരൊറ്റ കാരണത്താലാണ് അവർ ഇസ്രായേലിനെ പ്രണയിക്കുന്നത്. അവർ ധാരാളം മുസ്ലിങ്ങളെ കൊല്ലുന്നുണ്ടല്ലോ എന്ന ആഹ്ലാദത്താൽ മാത്രമാണ് അവർ ഇസ്രായേലിനെ പ്രണയിക്കുന്നത്. മറ്റൊരു കാര്യം, ഐഡിയോളജിക്കലി സംസാരിക്കുകയാണെന്ന് നോക്കൂ, RSS എന്ന് പറയുന്ന പ്രസ്ഥാനം അവരതിൻ്റെ തുടക്കകാലത്ത് അവർ ആരാധനയോടുകൂടി കണ്ടിരുന്ന ഒരു ലോക നേതാവ് ആരായിരുന്നു അറിയോ ജെയിംസ്? അത് ഹിറ്റ്ലറായിരുന്നു. ഹിറ്റ്ലർ അവിടെ നടപ്പിലാക്കിയ പരിപാടികളുണ്ടല്ലോ, അത് ഗംഭീരമായ പരിപാടികളാണെന്നും ഹിറ്റ്ലറിൽ നമുക്ക് പാഠങ്ങളുണ്ടെന്നും എഴുതിയവരാണ് RSSൻ്റെ അതിൻ്റെ സ്ഥാപകാചാര്യന്മാർ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത ഹിറ്റ്ലറെ ആരാധിക്കുന്ന ആ മനുഷ്യർ ഹിറ്റ്ലറുടെ വേട്ടക്കിരയായ അതിന് നമ്മൾ പറയുക ഹോളോകോസ്റ്റിന് വിധേയരായ ആളുകളുടെ ഇപ്പോഴത്തെ പിന്മുറക്കാരോട് കൂടി ചേർന്ന് ഇപ്പോൾ ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു. ഒറ്റ കാരണമേ ഉള്ളൂ, അവർ മുസ്ലിങ്ങളെ കൊല്ലുന്നവരാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധത്തിൻ്റെയും ചിന്തയുടെയും ആലോചനയുടെയും നയതന്ത്രത്തിൻ്റെയും വിദേശബന്ധത്തിൻ്റെയും ഒക്കെ ഒരൊറ്റ കേന്ദ്രം, ഒരൊറ്റ തൂണേ അതിനുള്ളൂ, അത് മുസ്ലിം വിരുദ്ധതയാണ് എന്ന ഒരു സംഗതി അതിൽ ചുറ്റിക്കറങ്ങി തങ്ങളുടെ ചിന്താചക്രവാളത്തെ രൂപപ്പെടുത്തുന്ന ഒരുതരം വിചിത്രമായ ആൾക്കൂട്ടത്തിന് നടുവിലാണ് അജിംസ നമ്മൾ ജീവിക്കുന്നത്. അതാണ് നമ്മൾ ഇപ്പം നമ്മുടെ സൈബർ സ്പേസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഷ്റഫ് ഫാളൂർ, ഈ പ്രതിസന്ധി ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഇന്ത്യ GCC ബന്ധവും വളരെ നിർണായകമാണ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹ്റൈനിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ടെലിഫോൺ വഴി സംസാരിച്ചിട്ടുണ്ട്, പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇന്ത്യൻ താല്പര്യങ്ങളാണ് ഇന്ത്യ സംരക്ഷിക്കുന്നത്. അത് ഇസ്രായേലുമായുള്ള ബന്ധത്തിലാണെങ്കിലും ഇറാനുമായുള്ള ബന്ധത്തിലാണെങ്കിലും GCCയുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും. പക്ഷേ യുദ്ധം നീണ്ടുപോകുന്നത് ഈ ഇന്ത്യൻ പ്രവാസികളെ എത്രമാത്രം ദോഷകരമായി ബാധിക്കും? ഒരുപക്ഷെ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്, ആ യുദ്ധത്തിൽ പങ്കാളികളല്ലാത്ത മറ്റൊരു രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന ഒരു രാജ്യം ഇന്ത്യ ആയിരിക്കും, ഒരു സംശയവും വേണ്ട. അതിൽ തന്നെ നമ്മുടെ ഒരു പ്രാദേശികമായി പറയുകയാണെങ്കിൽ കേരളത്തെ ആയിരിക്കും. കാര്യം നിങ്ങൾ ആലോചിച്ചു, ഏതാണ്ട് 30 ലക്ഷത്തോളം മലയാളികൾ വിവിധ വിദേശ രാജ്യങ്ങളിലുണ്ട്. അതിൽ 90-95% ഗൾഫ് രാജ്യങ്ങളിലാണ്. ഈ പറയുന്ന GCC രാജ്യങ്ങളിൽ ഒരാളെങ്കിലും ഇല്ലാത്ത ഒരു വീട് പോലും, ഒരു ബന്ധുവെങ്കിലും ഇല്ലാത്ത ഒരാൾ പോലും മലയാളികളിൽ ഉണ്ടാവില്ല. രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇങ്ങനെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ വലിയ തോതിലുള്ള ഒരു ലേബർ ഫോഴ്സ് അവിടെയുണ്ട്. നമുക്കുള്ള റെമിറ്റൻസിൻ്റെ വലിയ ഒരു വോളിയം വരുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നാണ്. നമ്മുടെ വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ ഈ രാജ്യങ്ങളിലുണ്ട്, വ്യക്തികളുടെതുണ്ട്, രാജ്യങ്ങളുടേതുണ്ട്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ചബഹാർ പോർട്ടിലൊക്കെ തന്നെ ഇന്ത്യയുടെ നിക്ഷേപം തന്നെയുണ്ട്, ഇറാനുമായുള്ള നല്ല ബന്ധമുണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ. അപ്പോൾ സ്വാഭാവികമായും ഈ യുദ്ധം നീണ്ടുപോവുക എന്നുള്ളത് ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഒരു ഭൂപ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ നാടായിരിക്കും, നമ്മുടെ രാജ്യമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ യുദ്ധം നീണ്ടു പോകരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ചെയ്യുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ നമ്മുടെ രാജ്യം എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് വലിയ അവ്യക്തതയുണ്ട്. ഒരു പക്ഷേ നേരത്തെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ ഗ്ലോബൽ പൊളിറ്റിക്സിൽ നമ്മൾക്ക് അത്രത്തോളം ഒരു സേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ പശ്ചിമേഷ്യൻ പോളിസിയിൽ ഘടനാപരമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൽ മാത്രമല്ല, എൻ്റയർ വെസ്റ്റ് ഏഷ്യൻ റീജിയനുമായി ബന്ധപ്പെട്ട നമ്മുടെ കാഴ്ചപ്പാടിലും നമ്മുടെ നയത്തിലും വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അത് പലപ്പോഴും പ്രോ ഇസ്രായേൽ അല്ലെങ്കിൽ പ്രോ അമേരിക്കൻ നയവുമായി ചേർന്ന് പോകുന്ന ഒരു ഫോറിൻ പോളിസിയിലേക്ക് നമ്മൾ മാറുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ, അന്തർദേശീയ ബന്ധങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സ്വാധീനം ഉണ്ടാവുന്നു എന്നുള്ളതാണ്.